ജാർഖണ്ഡിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ജാർഖണ്ഡിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മാധ്യമങ്ങളൊന്നുമില്ല. നമ്മുടെ മാധ്യമങ്ങളില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ജാർഖണ്ഡിൽ സന്താൾ പർഗാന എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. സന്താളിനെ കേട്ടിട്ടുണ്ടല്ലോ. ബംഗാളിലും ജാർഖണ്ഡിൻ്റെ ഭാഗത്തോർക്കെയുള്ള ഒരു ആദിവാസി വിഭാഗമാണ് സന്താൾ. അവർ പണ്ട് ഈ നക്സൽ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഇതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. സന്താൾ ആദിവാസി മേഖലയിലൊക്കെ ആയിരുന്നു നക്സലിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ശക്തി പ്രാപിച്ചു. കാരണം അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അവരെ പറഞ്ഞ് പറ്റിക്കാണ്ട് പാടില്ല. അല്ല പിന്നെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് അത് വിവരമുള്ളവരടുത്ത് ഓടുമല്ലോ. സിനു പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അല്ലേ? വിവരം വന്നപ്പോൾ മാറിയല്ലേ? മാറിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? എന്തുവാട്ടെ പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സന്താൾ പർഗാന മേഖലയിൽ 1951 ആദിവാസി മേഖലയാണ്. അവിടെ 44.67% ആദിവാസികളുണ്ടായിരുന്നു. ആദിവാസികൾ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളീകരിച്ചാണ് ആദിവാസികൾ. അപ്പോൾ അവരാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതൊരു ശരിയായ പദപ്രയോഗമല്ല. അതിലും നല്ലത് വനവാസികളെന്ന് പറയുന്നത് വനത്തിൽ വസിച്ചവരാണ് അല്ലേ? അപ്പോൾ ഈ ആദിവാസി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം വസിച്ചവർ അവരാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ രണ്ടാമത് വന്നത് അടുത്ത തലമുറ അല്ലല്ല, വേറെയാണ്. അടുത്ത തലമുറയല്ല. ആദിവാസി എന്ന് പറഞ്ഞ വിഭാഗം പിന്നെ വന്നവർ വേറെ വാസികളാണ്. വേറെ എവിടെ നിന്നോ വന്നവരാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള മഹാഭൂരിപക്ഷം മറ്റുള്ളവരും ഇവിടുത്തുകാരല്ല എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ ഒരു ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഒരു ഭാഗമാണ് ഈ ആദിവാസി എന്നുള്ള പ്രയോഗം. അതുകൊണ്ടാണ് എനിക്കൊന്ന് RSSുമായി ബന്ധപ്പെട്ട സംഘപരിവാർ ഒരു പ്രയോഗം ആദിവാസി എന്ന് പറയില്ല, വനവാസി എന്ന് പറയുന്നത്. വനത്തിൽ വസിക്കുന്നവർ, നാട്ടിൽ വസിക്കുന്നവർ. അതാണ് ശരി അല്ലേ? അല്ലെ ആദിവാസികളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നവർ അല്ലാത്തവരെല്ലാം വേറെ കണ്ടെന്ന് വന്നതാണോ? അല്ല, ചൊവ്വന്ന് വന്നവരൊന്നുമില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ്. കുറേ പേര് കാട്ടിലായിരുന്നു, കുറേ പേര് നാട്ടിലായിരുന്നു. അപ്പോൾ ആദിവാസി എന്നുള്ള പ്രയോഗത്തിന് പിന്നിലെ അപകടം ഇത് സംഘപരിവാറിൻ്റെ പ്രജ്ഞാപ്രവാഹ് സംയോജകനായ ജെ നന്ദകുമാറിൻ്റെ ഒരു പ്രഭാഷണത്തിൽ കേട്ടപ്പോഴാണ് എനിക്ക് പോലും ഇത് മനസ്സിലായത്. അപ്പോൾ നമ്മളൊക്കെ ആദിവാസി എന്ന് പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വിപത്ത് ഇങ്ങനെയാണ്. അതുപോട്ടെ. അപ്പോൾ ആദിവാസി വിഭാഗത്തിന് 1951 ഈ സന്താൾ പർഗാന അല്ലെങ്കിൽ ജാർഖണ്ഡിൽ ജനറൽ എടുത്താലും ശരിയാണ് 44.67% ഉണ്ടായിരുന്നു. ഇപ്പോൾ 2011 അത് 28.11% പകുതിയായിട്ട് കുറഞ്ഞു അല്ലേ? അപ്പോൾ അവിടുത്തെ മുസ്ലിം ജനസംഖ്യ 951 9.44 ആയിരുന്നു. 9.44% ആയിരുന്നു. 2011 22.73 മാറി, വർദ്ധിച്ചു. എത്ര കൂടി? 3 ഇരട്ടിയോളം കൂടി. ആദിവാസി ജനസംഖ്യ പകുതിയിൽ താഴെ കുറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ് കാരണം. ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ നുഴഞ്ഞു കയറി ഈ സന്താൾ മേഖലയിലേക്ക് വരും. ബംഗാളിലും ജാർഖണ്ഡിലും നടക്കുന്ന കാര്യമാണ്. സന്താൾ മേഖലയിലേക്ക് വരും. അവിടുത്തെ സ്ത്രീകളെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചിട്ട് അവിടെ വ്യാജ ID കാർഡ്, വോട്ടർ കാർഡും ഒക്കെ കഴിയും. എന്നിട്ട് ഇവർ ചെയ്ത പണി എന്തറിയോ? ഗിഫ്റ്റ് ഡീഡായിട്ട് ഈ സ്ത്രീകളുടെ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള സ്ത്രീകളുടെ ഭൂമി ഇഷ്ടദാനം എഴുതി മേടിക്കും. ആര്? ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരൻ വ്യാജരേഖ ഉണ്ടാക്കി ഇവിടെ താമസിക്കുന്ന ബംഗ്ലാദേശിയും റോഹിംഗ്യനും സന്താൾ സ്ത്രീകളെ, ആദിവാസി സ്ത്രീകളെ കല്യാണം കഴിച്ച് മതം മാറ്റി അവരുടെ പ്രോപ്പർട്ടി ഇഷ്ടദാനമായി എഴുതി മേടിക്കും. അങ്ങനെ ആ മേഖലയിൽ വലിയ തോതിൽ ഭൂമി തട്ടിയെടുക്കൽ നടക്കുന്നുണ്ട്. ബംഗാളിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി അതിർത്തിയോട് ചേർന്ന് ഭൂമി, ബംഗ്ലാദേശിൻ്റെ അതിർത്തിയോട് ചേർന്ന് ബംഗാളിലും ജാർഖണ്ഡിലും വലിയ തോതിൽ മദ്രസകളും പള്ളികളും ഉയർന്നു വരുന്നു. ഈ ഭൂമിയിലാണ് വരുന്നത്. ഇത് ഉയർന്നു വരുന്നൊന്നും ഞാൻ പറഞ്ഞതല്ല. ഇത്രയും കേട്ടിട്ട് വർഗീയവാദി വീണ്ടും വർഗീയ വിഷം വമിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് ABC എന്നൊക്കെ പറയുന്ന ആളാണ്. നമ്മൾ ഡാറ്റയാണ് പറയുന്നത്, വസ്തുതയാണ്. ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ജംഷഡ്പൂരിൽ നിന്നുള്ള ദനിയാൽ ഡാനിഷ് എന്ന് പറഞ്ഞ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഡെമോഗ്രാഫിയിൽ, ജനസംഖ്യയിൽ വലിയ മാറ്റം വരുന്നു. കണക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലേ? ഇങ്ങനെ വലിയ തോതിൽ ആദിവാസി വിഭാഗം ഇല്ലാതാവുന്നു. അവർ മുഴുവൻ കൺവേർട്ട് ചെയ്യപ്പെട്ട് മുസ്ലിം ആവുന്നു. ഭൂമി മുഴുവൻ ഇവരുടെ ആയി. ആദിവാസികളുടെ ഭൂമി മുഴുവൻ. ആദിവാസി മുസ്ലിം ഒരേ സ്റ്റാറ്റസ് അല്ല, അറിയാമല്ലോ. ആദിവാസി എന്ന് പറഞ്ഞത് ഷെഡ്യൂൾഡ് ട്രൈബാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സംവരണത്തിന് പോലും, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സംവരണത്തിന് പോലും അർഹതയില്ലാത്തൊരു വിഭാഗമാണ്
മുസ്ലിം ന്യൂനോ കേരളത്തിൽ മാത്രം ഒരു തട്ടിപ്പ് നടത്തി എല്ലാവർക്കും സംവരണം കൊടുക്കുകയാണ്. കേരളത്തിൽ മാപ്പിള എന്ന് പറയുന്ന വിഭാഗത്തിനാണ് സംവരണ ആനുകൂല്യമുള്ളത്, മുസ്ലിങ്ങളുടെ ഒരു ജാതി. കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളയാണെന്ന് കേരള ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കി, പാലോളി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഒരു ഓർഡർ ഇറക്കിയിട്ട് കേരളത്തിലെ എല്ലാ മുസ്ലിംസിനും സംവരണം കൊടുത്തിട്ടുള്ള ഒരു തട്ടിപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതില്ല. അത് കൊണ്ടുവരാനാണ് രാഹുൽ ഗാന്ധിയൊക്കെ ശ്രമിച്ചിരിക്കുന്നത്. ഞങ്ങൾ വന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ സംവരണം ഏർപ്പെടുത്തുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെയൊക്കെ വാദം. കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ പരീക്ഷിച്ച് നോക്കിയാണ്. അതാണ് മറ്റേ കാലിമാല പോലും കൊണ്ടുപോകുന്ന മോദി പറഞ്ഞ കാര്യം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഡാനിയൽ ഡാനിഷ് ഈ പെറ്റീഷൻ കൊടുത്ത് ഹൈക്കോടതി ഈ കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ച് ബോധ്യപ്പെട്ടു. എന്നിട്ട് ജാർഖണ്ഡ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതെന്നറിയോ? ജാർഖണ്ഡ് ഹൈക്കോടതി സുപ്രീം കോടതിയുടെ ഒരു വിധി എടുത്ത് കോട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നുഴഞ്ഞുകയറ്റം, ഒരു രാജ്യത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ബാഹ്യ ആക്രമണം തന്നെയാണ്, പുറത്തു നിന്നുള്ള ആക്രമണം തന്നെയാണ്. അപ്പോൾ വൻതോതിൽ ബംഗ്ലാദേശികൾ എന്ന് വെച്ചാൽ ബംഗ്ലാദേശി ഹിന്ദുവിന് വരേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ ലീഗലി വരാം. അവർ നുഴഞ്ഞു കയറി വരുന്നുണ്ടാവും, പക്ഷേ ഭൂരിപക്ഷവും വരുന്നത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ നുഴഞ്ഞു കയറി വരുന്നവർ രാജ്യത്തെ ആക്രമിക്കുക തന്നെയാണ്, നുഴഞ്ഞുകയറ്റം ബാഹ്യമായ ആക്രമണം തന്നെയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് അതീവ ഗുരുതരമായ സാഹചര്യമാണെന്ന് ജാർഖണ്ഡ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. പത്രത്തിൽ വല്ലതും കണ്ടായിരുന്നോ? ചാനലിൽ കണ്ടായിരുന്നോ? ഇല്ല. ഇനി കാണുമോ? സാധ്യതയില്ല. ഇല്ല, വരത്തില്ല. കാരണം ഇത് ഒരു വിഭാഗത്തിനെതിരെയുള്ള, നമ്മുടെ നാട്ടിൽ പോലുമല്ല, ബംഗ്ലാദേശിലുള്ള ഒരു വിഭാഗത്തിനെതിരെയുള്ള വിധിയാണ്. മനസ്സിലായില്ലേ? അതുപോലും കൊടുക്കില്ല. മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സുപ്രീം കോടതി പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയാൽ അത് ബാഹ്യ ആക്രമണമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞത് കോട്ട് ചെയ്ത് ഉദ്ധരിച്ച് ജാർഖണ്ഡ് ഹൈക്കോടതി പറഞ്ഞ വിധി സത്യത്തിൽ ആർക്കെതിരെയുള്ളതാണ്? വിദേശത്ത് നിന്ന് നുഴഞ്ഞു കയറുന്നവർക്കെതിരെയുള്ളതാണ്. അതുപോലും നമ്മുടെ മാധ്യമങ്ങളിൽ വരത്തില്ല. അപ്പോൾ കോടതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇത്തരം നുഴഞ്ഞു കയറ്റക്കാരെ കണ്ട് പിടിച്ച് പുറത്താക്കണം, അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് രൂപീകരിക്കാൻ പറഞ്ഞു പോലീസിനോട്. നമ്മുടെ നാട്ടിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചി, നമ്മൾ എറണാകുളത്തിരിക്കുക, കൊച്ചിയിൽ 2 സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് SSB, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്, കേരളം മുഴുവനുള്ള സംസ്ഥാന പോലീസ് നേരിട്ടുള്ളത്. പിന്നെ നമ്മുടെ കമ്മീഷണറുടെ കീഴിലുള്ളതുണ്ട്, കമ്മീഷണറുടെ കീഴിലുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് SSB എന്ന് പറയുന്നതാണ് കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച്. കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന പോലെ സംസ്ഥാന സർക്കാരിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. കേരള പോലീസിൽ നിന്ന് തന്നെ ആളുകളെ ഡെപ്യൂട്ടി ചെയ്ത് കുറേ ആളുകളെ യൂണിഫോം ഇല്ലാതെ വിടുന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച്. അതുപോലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടാക്കണം. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന് തുല്യമായ രഹസ്യാന്വേഷണ വിഭാഗം അവിടുത്തെ പോലീസിനും ഉണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അവിടെ പലപ്പോഴും തമിഴ്നാട്ടിൽ ക്രൈം ബ്രാഞ്ചിന് പകരം ക്യൂ ബ്രാഞ്ചാണ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ക്രൈം ബ്രാഞ്ച് പോലെ അവിടെ ക്യൂ ബ്രാഞ്ച്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും പേര് വേറെയായിരിക്കും. അപ്പം നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അല്ല കോടതി ഉദ്ദേശിക്കുന്നത്. അതായത് അനധികൃത നുഴഞ്ഞുകയറ്റം നടത്തി ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിമുകൾ ഇവിടുത്തെ ആദിവാസികളെ കല്യാണം കഴിച്ചാൽ മാത്രമല്ല, മതം മാറ്റി മുസ്ലിമാക്കി അവരുടെ ഭൂമി കൂടെ ഇഷ്ടദാനമായി എഴുതി മേടിക്കുന്ന ഈ പ്രക്രിയ തടയണം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഉടനെ മൗലികാവകാശം, അവർ കല്യാണം കഴിച്ചാൽ ബംഗ്ലാദേശിയാടെ വേറെ രാജ്യക്കാരനാണ്, അവൻ അതിർത്തി കൂടെ നൂണ്ട് കയറി വന്നിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങളെ കെട്ടുകയാണ്, ആദിവാസികളെ, എന്നിട്ട് വസ്തു തട്ടിയെടുക്കുകയാണ്, മതം മാറ്റുകയാണ്. ഇത്ര ഭീകരമായ ഇത് ലവ് ജിഹാദ് പോലുമില്ല, അതിലും വലിയ എന്തോ ലാൻഡ് ജിഹാദോ എന്തോ ആണിത്. എന്നിട്ട് അവിടെ അതിർത്തി ഈ സ്ഥലത്തൊക്കെ മദ്രസയും പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓർഗനൈസ്ഡ് ആണ്. കാരണം ഇവന് വന്നിട്ട് ഇവിടെ ഇന്ത്യക്കാരൻ്റെ പേരും മേൽവാസവും വോട്ടർ പട്ടികയും റേഷൻ കാർഡും ഉണ്ടാക്കി കഴിഞ്ഞാൽ പോരെ. പക്ഷേ ഇവരങ്ങനെ ഭൂമി എഴുതി മേടിക്കുന്നതിനാ, ഭാര്യയുടെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇവരെന്തിനാ ഭാര്യയുടെ സ്വത്ത് എഴുതി മേടിക്കുന്നത്? ഇഷ്ടദാനം. ആദിവാസി മേഖലയിൽ ഇപ്പോൾ നമ്മൾ ഈ മുത്തങ്ങ വെടിവെപ്പ് ഉണ്ടായല്ലോ, അതിനുശേഷം അവിടുത്തെ മുത്തങ്ങ സമരത്തിൽപ്പെട്ട ആദിവാസികളെ നമ്മൾ പുനരധിവസിപ്പിച്ചു. അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് 1 ഏക്കർ ഭൂമിയാണ്. അതുപോലെ ആദിവാസികളുടെ പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായി പലയിടത്തും സർക്കാർ അവർക്ക് ഏക്കർ കണക്കിന് ഭൂമി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടു നട്ടിട്ടാണ് എവിടുന്ന് വരുന്നത്? ഈ മണ്ണും പെണ്ണും നോക്കിയിട്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ പെണ്ണിൻ്റെ കല്യാണം കഴിക്കും. എന്നിട്ട് മുസ്ലിം ആക്കുന്നതോടെ ഒരു രാജ്യത്തെ തനതൊരു ആദിവാസി വിഭാഗം ഇല്ലാതാവുകയാണ്, മുസ്ലിം പോപ്പുലേഷൻ കൂടുകയാണ്. അതിപ്പോൾ ജാർഖണ്ഡിലെ ഗോഡ, ജംതാര, പായൂർ, ദുംക, സാഹിബ്ഗഞ്ച്
തുടങ്ങി ജാർഖണ്ഡ്, ബംഗാളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ജില്ലകളിലായിട്ട് 4-5 ജില്ലകൾ ഏതാണ്ട് ഇതുപോലെ സമ്പൂർണ്ണമായി ഇസ്ലാമവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് മഹാഭൂരിപക്ഷവും ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന ആളുകളാണ്. എന്നിട്ട് ഇവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ വ്യാജ ID ഉണ്ടാക്കുന്നു, ഒക്കെ ചെയ്യുന്നു, വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നു, റേഷൻ കാർഡ് മേടിക്കുന്നു. ഈ പ്രദേശത്തെ സ്ഥിതി അതീവ ഗുരുതരവും സ്ഫോടനാത്മകവുമാണ് എന്നാണ് ജാർഖണ്ഡ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവരിപ്പോൾ ഇങ്ങനെ ഈ ഇഷ്ടദാനം എഴുതി വാങ്ങിച്ചല്ലോ, 1000കണക്കിന് ഏക്കർ ഇഷ്ടദാനം അവിടുത്തെ സന്താൾ പെൺകുട്ടികളെ കബളിപ്പിച്ച് അവരുടെ സ്വത്തുവകൾ തട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൈവശാവകാശ രേഖ കൊടുക്കുന്നത് കോടതി വിലക്കിയിട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇവന്മാർ ഹാജരാക്കുന്ന വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഇതിൻ്റെയൊക്കെ ജെനുവിനിറ്റി പരിശോധിക്കണം. അതൊക്കെ ജെനുവിനാണോ എന്ന് പരിശോധിക്കണം. ഇത് പറയുമ്പോൾ സമീപകാലത്ത് ഈ കഴിഞ്ഞ സെഷനിൽ പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ MPമാരാണ് ആവശ്യപ്പെട്ടത് ഈ മേഖലയിൽ നിന്ന്. അവർ പറഞ്ഞു ആധാർ കാർഡുകൾ വ്യാജമായി ഉണ്ടാക്കുന്നു. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഉണ്ടല്ലോ, ഐറിസ് സ്കാൻ ചെയ്യുന്നുണ്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണമണി കൈവിരൽ പോലെ അത് വളരെ വേറെ ഐഡൻറ്റിറ്റി ഉള്ളതാണ്. ഒരാളുടെ കൃഷ്ണമണി പോലെ അല്ല മറ്റൊരാളുടേത്, ഒരാളുടെ തമ്പ് ഇംപ്രഷൻ പോലെയല്ല വേറൊരാളുടെ. ലോകത്തൊരിടത്തും ഒരേപോലെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൃഷ്ണമണിയും ഫിംഗർ പ്രിൻറ്റും ആധാറിന് വേണ്ടി എടുക്കുന്നത്. പക്ഷേ വ്യാജ ആധാർ രേഖകൾ ഉണ്ടാക്കാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആടിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുന്നു. അത് അക്ഷയ കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ആളുകളുമായി ഒത്തുചേർന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാർ വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി ആടിൻ്റെ ഐറിസ് സ്കാൻ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകൾ ഉണ്ടാക്കുന്നു എന്ന വിവരം പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ അവരുടെ കയ്യിൽ ആധാർ കാർഡൊക്കെ ഉണ്ട്, കൃഷ്ണമണി സ്കാൻ ചെയ്യാം, പക്ഷേ ഇയാളെ പിടിക്കത്തില്ല. കാരണം അത് എറർ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? തമ്പ് കാണിച്ചാൽ മതി പറയും. എന്തിനാണ് ആടിൻ്റെ കാണിക്കുന്നത്? ചിലപ്പോൾ അത് ടെക്നിക്കൽ എററാന്ന് പറയും. സ്കാൻ ചെയ്യുമ്പോൾ ഇയാളെ കൃഷ്ണമണിയും ഇതുകൂടെ മാച്ച് ആവുന്നില്ല. അപ്പോൾ ആ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? തമ്പ് നോക്കുക. തമ്പ് ഇവൻ്റെ ആണല്ലോ കൊടുത്തിരിക്കുന്നത്. കറക്റ്റായി. ഇങ്ങനെയുള്ള തട്ടിപ്പാണ് അതിർത്തി മേഖലകളിൽ മുഴുവൻ നടക്കുന്നത്. വളരെ സാവകാശമല്ല, ഇപ്പോൾ അതിവേഗം ഇന്ത്യയുടെ ബംഗ്ലാദേശുമായി പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ പതുക്കെ മറ്റൊരു ഇസ്ലാമിക രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അറിയാം. പക്ഷേ വളരെ ആക്റ്റീവായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. ഏതായാലും ഇതിനെയൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. ഈ നിർദ്ദേശം നമ്മുടെ നാട്ടിലെ ഒരു പത്രത്തിലും വരാനും വന്നിട്ടില്ല, വരത്തുമില്ല. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്താണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശ് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇനിയൊരു ബംഗ്ലാദേശ് ഇന്ത്യയിലും ആവർത്തിക്കണം എന്ന് പറയുന്ന ചില ആളുകൾ ഇത്തരം ആളുകളെയൊക്കെ കണ്ട്, കാരണം ഇതിനുള്ള ഫോഴ്സാണിത്, അത്തരം കലാപം നടത്താനുള്ള സേനയാണിത്. ഇപ്പം ഹസീനയ്ക്ക് പറ്റിയെന്താണ്? 2017 ഹസീന ഏറ്റവും വലിയ തെറ്റ് ചെയ്തു. റോഹിംഗ്യൻ അഭയാർത്ഥികളെ സ്വീകരിച്ചു. ഒരു സംശയവുമില്ല. പല ഏജൻസികളും പറയുന്നുണ്ട് ബംഗ്ലാദേശിലെ തെരുവുകളെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ കൊള്ളയടിക്കുന്നത്, ഹസീനയുടെ അടിവസ്ത്രം പോലും മോഷ്ടിച്ചുകൊണ്ടുപോയത്, മുജീബ് റഹ്മാൻ്റെ ശിരസിൽ മൂത്രമൊഴിക്കുന്നത്, അമ്പലങ്ങൾ കത്തിക്കുന്നത്, സിഖുകാരെയും ക്രിസ്ത്യാനിയും ഹിന്ദുക്കളെ കൊല്ലുന്നത്, ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നത്, കൊള്ളയടിക്കുന്നത്, അതിൽ മഹാഭൂരിപക്ഷവും ഈ റോഹിംഗ്യൻ ഭീകരവാദികളും തീവ്രവാദികളുമാണ്. അവർ ഇന്ത്യയിലും വന്ന് കിടപ്പുണ്ട്, നമ്മുടെ കേരളത്തിലും വന്നിട്ടുണ്ടാവാം. ഇവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ തിങ്കളാഴ്ച വൈകുന്നേരം 5:30 മണി വരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയെക്കുറിച്ച് എന്നും വേണ്ടിയിട്ടില്ല. CPM പോലും ശബ്ദിച്ചു. കാരണം ഇന്നലെ അവിടെ CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും അവിടെ പത്രപ്രവർത്തകനായ ഒരാളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ CPMന് ഹിന്ദു എന്നുള്ള വാക്കുപയോഗിച്ച് ചരിത്രത്തിലാദ്യമായി ഹിന്ദുക്കളെ കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കേണ്ടി വന്നിട്ടും ഈ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷം പ്രവർത്തിക്കുന്ന വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി അതിൻ്റെ നേതാവ് ബംഗ്ലാദേശിലെ ഈ കൂട്ടക്കൊലയെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പ്രചാരത്തിൽ മുന്നിൽ നിൽക്കുന്ന പല പത്രങ്ങളിലും പല വാർത്താ ചാനലുകളിലും
മിക്കവാറും എല്ലാ വാർത്താ ചാനലുകളിലും ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല വാർത്തയല്ല, ഒരു ചിത്രവുമില്ല, ഒരു വീഡിയോയും വന്നിട്ടില്ല. ലഭ്യമല്ലാഞ്ഞിട്ടല്ല, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നുണ്ട് നൂറുകണക്കിന് രക്തമുറഞ്ഞു പോകുന്ന ക്രൂരതയുടെ നേരടയാളങ്ങളായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഒരു ചാനലിലും കിട്ടിയിട്ടില്ല, കിട്ടത്തുമില്ല, കാണിക്കത്തുമില്ല. കാരണം കൊല്ലപ്പെടുന്നത് ഹിന്ദുവാണ്. ഹിന്ദു ലോകത്തെവിടെയും കൊല്ലപ്പെടേണ്ടവനാണ്.